نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവും രക്ഷാകർത്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗണ്യമായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിയുന്ന പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തിക്കൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന്
സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നു ചെല്ലുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ലക്ഷ്യമാണ് നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനായ റബ്ബിനെ, അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്, ഇഷ്ടമാണ്, ഹുബ്ബാണ്. ആ ആഗ്രഹം സഫലമാകണമെങ്കിൽ, ആ നമ്മുടെ ആഗ്രഹം നടക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ജീവിതത്തിലുടനീളം പുലർത്തിപ്പോരുക എന്നുള്ളതാണ്. എല്ലാ ആഴ്ചകളിലും നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദ. എല്ലാ ആഴ്ചയിലും നമ്മൾ നിർബന്ധമായിട്ടും പാരായണം ചെയ്യാറുള്ള ഒരു സൂറത്താണ്. അതിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിശ്വാസികളോടുമായിട്ട് പറയുന്നത്, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ, അല്ലാഹുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫൽയഅമൽ അമലൻ സാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, നല്ല കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിങ്ങൾ ആരെയും പങ്കു ചേർക്കാതിരിക്കുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം അതെപ്പോഴാണ് സൽക്കർമ്മമായിട്ടുള്ളത്. നമ്മൾ പല കർമ്മങ്ങളും ചെയ്യാറുണ്ട്, എന്നാൽ ആ കർമ്മങ്ങൾ അത് സൽക്കർമ്മമാണ് എന്ന് തോന്നുന്നത് രണ്ട് വീക്ഷണത്തിലാണ്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം അത് സൽക്കർമ്മമാവണമെങ്കിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ പ്രീതി അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അല്ലാഹുവിന് ഇഷ്ടമുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രവർത്തനമാണോ എങ്കിൽ അത് സൽക്കർമ്മമാണ്. രണ്ട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ, തന്റെ 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ, നബുവത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ എങ്കിൽ അത് സൽക്കർമ്മമാണ്. അതല്ലാത്ത കർമ്മങ്ങളെല്ലാം നമ്മൾ വിചാരിക്കും അതൊരു നല്ല കർമ്മമായിരിക്കും, അല്ലേ? പല ആളുകളും തങ്ങൾക്ക് ഇഷ്ടമാണല്ലേ, തങ്ങൾക്ക് തോന്നുന്ന കർമ്മം അത് നല്ല കർമ്മമാണ്, അല്ലെ, അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന പല കർമ്മങ്ങളുമുണ്ട്. അതല്ലെങ്കിൽ മതപണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന, അതല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കന്മാർ മാത്രം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് സൽക്കർമ്മമെന്ന് വിശ്വസിക്കുന്ന, അതല്ലെങ്കിൽ ശൈഖന്മാര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രമാണ് സൽക്കർമ്മമെന്ന് വിശ്വസിക്കുന്ന, മുരീദന്മാര് മാത്രം പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന, സൽക്കർമ്മമെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുള്ളതായ, പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ളതായ കർമ്മമാണോ
എങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും, എത്ര നല്ല കർമ്മമാവട്ടെ, ഏത് നല്ല കർമ്മവും നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ പരിശ്രമം വിഫലമായി പോകുന്ന, നഷ്ടമാക്കുന്ന പ്രവർത്തനമാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടക്കത്തിൽ ഓതി വെച്ചായി കുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഹ്സനീന അമാല. കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് നമ്മളോട്. അല്ലാഹു പറയാണ്, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ. അവർ ദുനിയാവിൽ വളരെയധികം പരിശ്രമിച്ചിട്ടായിരിക്കും ആ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. അവർ വിചാരിക്കും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഏറ്റവും ഹസനുള്ള, ഏറ്റവും പുണ്യമുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് അവർ വിചാരിക്കും. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല കർമ്മമാണ് എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ. എന്നാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടോ അത് ബിദ്അത്ത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഏറ്റവും അധികം ഒരു മുസ്ലിമിനെ അടിസ്ഥാനമായ കൃത്യമായി 5 വഖ്ത് നമസ്കരിക്കേണ്ട ഫർദ് നമസ്കാരം അല്ലേ, അത് ഓരോ മുസ്ലിമിന്റെ മേലും വാജിബായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ വിചാരിക്കുന്നു സുബ്ഹി നമസ്കാരം 2 റക്അത്ത് അല്ലേ സുബ്ഹി നമസ്കാരമുണ്ട്, അവൻ വിചാരിക്കണം സുബ്ഹി നമസ്കാരമല്ലേ കൂടുതൽ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി അയാളെ നമസ്കാരം എനിക്ക് 4 റക്അത്ത് നമസ്കരിച്ചാൽ എന്താണ് പ്രശ്നം? നമസ്കാരമല്ലേ, പുണ്യമുള്ള കർമ്മമല്ലേ എന്ന് വിചാരിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ലാത്തതായ ഒരു കർമ്മം, അതെത്ര നല്ല കർമ്മമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിദ്അത്തായ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടില്ലാത്തതായ ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ആരെങ്കിലും ആഖിറത്ത് ആഗ്രഹിച്ചുകൊണ്ട് വസഅ ലഹാ സഅയഹാ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുവോ വഹുവ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളാണ് പുണ്യമാക്കപ്പെട്ട അല്ലെങ്കിൽ പവിത്രതയായിട്ട് ഹുർമത്തായി പരിചയപ്പെടുത്തിയിട്ടുള്ള 4 മാസങ്ങൾ. ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമും റജബും. ആ റജബ് മാസത്തിലൂടെ നമ്മൾ വിട പറഞ്ഞു. ഒരുപാടധികം അനാചാരങ്ങളും ഒരുപാടധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ പോലും അറിയാത്തതായ ഒരു പുണ്യകർമ്മങ്ങളുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അത് പ്രവർത്തിക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു മാസമായിരുന്നു കടന്നുപോയി. ഇന്ന് ശഅബാൻ 1. ഈ മാസത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ലാത്തതായ ഒരുപാട് കർമ്മങ്ങൾ ദീനിലേക്ക് കൂട്ടിച്ചേർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ശഅബാൻ മാസം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്നതായ റമദാൻ മാസത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നതായ ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. ശഅബാൻ മാസം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് കർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു ഈ ശഅബാൻ മാസം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം, ഈ ശഅബാൻ മാസത്തിലും ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളതായ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്ത ഒരു വർഷത്തെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. മഹാനായ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസം എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ പുണ്യമായ ഒരു മാസം എന്ന് പറയുന്നത്
നമ്മളൊരു വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തുന്ന മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. ആ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം നോമ്പുകൾ അനുഷ്ഠിച്ചു. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ ധാരാളം നോമ്പുകൾ അനുഷ്ഠിച്ചു. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹറൻ അക്സർ മിൻ ശഅബാൻ ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലുഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിനേക്കാൾ കൂടുതൽ നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്ന ഒരു മാസം കാണിച്ചു തരാൻ സാധിക്കില്ല റമദാൻ കഴിഞ്ഞാൽ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പുകൾ അനുഷ്ഠിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞിരുന്നു, ഉഹിബ്ബു അൻ അകൂന തുർഫഅ അമലി വ അന അകൂനു സായിമൻ. എൻ്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തുമ്പോൾ ഞാനൊരു നോമ്പുകാരനായിട്ടാണ് എൻ്റെ അമലുകൾ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാടധികം അനാചാരങ്ങളും വിദഅത്തുകളും നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിദഅത്താണ് ശഅബാൻ 15-നുള്ള നോമ്പെന്ന് പറയുന്നത്. ഒരാൾക്ക് സുന്നത്തായ ദിവസങ്ങൾ റമദാൻ കഴിഞ്ഞാൽ, റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ ബാലിഗായ ആഖിലായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സുന്നത്ത് നോമ്പുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങൾക്ക് നോമ്പ് നൽകാം. എല്ലാ ഹിജ്റ മാസത്തിന്റെ പകുതി, അതല്ലെങ്കിൽ 13, 14, 15 തീയതികൾ തുടങ്ങിയ അയ്യാമുൽ ബിഅദിന്റെ ദിവസത്തിൽ നിങ്ങൾക്ക് നോമ്പ് നോൽക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കിയ കാര്യമാണ്. എന്നാൽ ഒരാൾ ശഅബാൻ 15-ന് മാത്രം അയാൾ നോമ്പ് നോൽക്കും. 13 എടുത്തില്ല, 14 എടുത്തില്ല, 15-ന് മാത്രം അയാൾ നോമ്പെടുക്കുകയാണ്. അയാളുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്താ? ഈ ദിവസത്തിൽ നോമ്പെടുത്താൽ ഒരു മിഅ്റാജിന്റെ നോമ്പാണ്, ബറാഅത്ത് നോമ്പാണ് എന്ന് പറയുന്ന ഒരു നോമ്പാണ്. ആ ലക്ഷ്യത്തോടു കൂടി അയാൾ ആ ദിവസത്തിൽ നോമ്പെടുക്കുകയാണ്, പുണ്യം ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കാണിച്ചു തന്നിട്ടില്ലാത്തതായ ഒരു കർമ്മമാണ് ഈ ബറാഅത്ത് നോമ്പ്. ഈ ഒരു ദിവസത്തിന്, ഈ ഒരു നോമ്പിന് ഇത്രത്തോളം പ്രതിഫലമുണ്ടെങ്കിൽ അതാദ്യമായിട്ട് കാണിച്ചു തരിക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് മനസ്സിലാക്കാതെ പോയി എന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് ബിദ്അത്തുകൾ ദീനിന്റെ പേര് പറഞ്ഞ്, അനുഷ്ഠാനങ്ങളുടെ പേര് പറഞ്ഞ് ദീനിലേക്ക് കടത്തിക്കൂട്ടുന്ന ഒരുപാട് ആചാരങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദാവൂദ് നബിയുടെ നോമ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. 1 വിട്ടുള്ള നോമ്പ്. ഒരു ദിവസം നോമ്പെടുത്താൽ പിറ്റേന്ന് നോമ്പില്ല, അതിനുശേഷമുള്ള ദിവസം നോമ്പെടുക്കും. ഇങ്ങനെ ഇടവിട്ടുള്ള നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ ഈ നോമ്പിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറുവിഭാഗം കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവരുദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. മഹാനായ ഇബ്നു മാജ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവരുന്ന ഒരു ഹദീസുണ്ട്. ഇദാ കാനത് ലൈലത്തു നിസ്ഫു മിന ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. നിങ്ങൾ ശഅബാൻ മാസത്തിന്റെ 15-ാമത് അല്ലെങ്കിൽ നിസ്ഫു ശഅബാൻ ഇതിന്റെ പകുതിയിൽ നിങ്ങൾ എത്തിയാൽ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ എന്ന് പറഞ്ഞൊരു ഹദീസ്, അത് സഹീഹല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ രാത്രികളിൽ നിങ്ങൾ നിന്ന് നമസ്കരിക്കുക. ആ ശഅബാൻ 15-ന്റെ രാവിൽ നിങ്ങൾ പകലുകളിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക.
എന്ന് മഹാനായ ഇബ്നു മാജ റഹിമഹുല്ല പറയുന്നതായിട്ട് ഇയാൾ ഉദ്ധരിക്കുകയാണ്. ആ ഹദീസിന്റെ അസ്ലി നമ്മൾ തേടിപ്പോവുകയാണെങ്കിൽ അതിന്റെ ഹദീസിന്റെ സനദ് മൗദൂ ആണ് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇമാം അൽബാനി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, അത് അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ദഈഫിൽ ഇതിന്റെ സനദിൽ ദഈഫ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഈ ഹദീസ് തള്ളപ്പെടേണ്ടതാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ഹദീസായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ശഅബാൻ 15 ഒരു പ്രത്യേകമായ ഒരു നോമ്പ് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ആളുകളോട് നമ്മൾക്ക് പറയാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ഒരു നോമ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്ക് ശഅബാൻ മാസത്തിൽ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നിൽക്കാം. അത് അയ്യാമുൽ ബീദിന്റെ നോമ്പാണ് അല്ലേ? എല്ലാ മാസവും 13, 14, 15 അയ്യാമുൽ ബീദിന്റെ നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. ശഅബാൻ 15 രാവിലെ സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്നത്, സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന യാതൊരു പ്രമാണവും അവർക്ക് കാണിച്ചു തരാൻ സാധിക്കാത്ത ഒരു നമസ്കാരം. ആ 15 രാവിലെ നമസ്കാരത്തിൽ 100 റക്അത്ത് നമസ്കരിക്കുകയും അതിലോരോ റക്അത്തിലും 10 വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, അസ്സലാത്തു മഅറൂഫത്തുൻ ബിസ്സലാത്തിൽ റഗായിബ് വഹിയ 12 റക്അത്തൻ തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാ ലൈലത്തൻ അവ്വൽ ജുംഅത്തിൻ ഫി റജബ് وصلاة الليلة النصف من شعبان 100 ركعة وهاتان صلاتان بدعتان ومنكران. രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മജ്മൂ' ശറഹുൽ മുഹദ്ദബിൽ വളരെ കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട്. റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയ്ക്ക് സ്വലാത്തുർ റഗായിബ് നമസ്കരിക്കുക, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി റക്അത്ത് 12 റക്അത്ത് 12 റക്അത്ത് നമസ്കരിക്കുക. അതുപോലെ ശഅബാൻ 15 പകലുകളിൽ അഥവാ ആ ദിവസത്തിൽ 100 റക്അത്ത് നമസ്കരിക്കുക. വഹാതാനി സ്വലാതാനി ബിദ്അതാനി, അദ്ദേഹത്തിന് പറയുന്നത് ഈ സ്വലാത്തുകളെല്ലാം ഈ നമസ്കാരങ്ങളെല്ലാം ബിദ്അത്തായിട്ടാണ് എന്ന് മനസ്സിലാക്കി. ഇത്തരത്തിലുള്ള ഓരോ ബിദ്അത്തുകളും ദീനിന്റെ പേര് പറഞ്ഞ് ഈ ദീനിലേക്ക് കടത്തിക്കൂട്ടുവാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് പ്രവാചകന്റെ സുന്നത്ത് ഇന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത പ്രിയമുള്ളവരെ ഓരോ വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ കൃത്യമായിട്ട് ദീനിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു പോരുന്ന അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു പോയിരുന്നത് ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് കണ്ടുവരുന്നതായ ഒരുപാട്
ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചു തരാത്തതായ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ ഈ ശഅബാൻ 15-ന് അതിൻ്റെ വല്ലാത്തൊരു മഹത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ആഘോഷമാക്കി കൊണ്ടാടുന്ന ഒരു സാഹചര്യം ഇത് നമുക്ക് സമുദായത്തിൽ കാണുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് 3 ഈദുകളാണ് കണക്കാക്കിയിട്ടുള്ളത്. ഒന്ന് ഈദുൽ ഫിത്റും, 2 ഈദുൽ അദ്ഹയും. ഇതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വെള്ളിയാഴ്ചകളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ ഈദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാത്ത ഒരു ആഘോഷങ്ങളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആഘോഷിക്കുവാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ശഅബാൻ 15-ന്റെ പേര് പറഞ്ഞുകൊണ്ട് ബറാഅത്ത് രാവിന്റെ പോരിശയും മഹിമയും പറഞ്ഞുകൊണ്ട് ആളുകൾ അനുഷ്ഠിക്കുന്ന ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ആഘോഷിക്കുന്ന ആളുകളോട് കൃത്യമായിട്ട് ഇതിൻ്റെ ബിദ്അത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ, ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളൊരു കാര്യമാണ്. ആ രീതിയിൽ കൃത്യമായിട്ട് ദീനിന്റെ തനതായ ശൈലി പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സാന്ദർഭികമായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുണ്ട്. ഈ പള്ളിയിൽ കുറച്ചു കാലങ്ങൾ വരെ ഇമാമായിട്ടും നമുക്ക് നമസ്കരിച്ചിരുന്ന, നമ്മുടെ ഇമാമായിട്ടുണ്ടായിരുന്ന, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പള്ളി ഈ മദ്രസയുടെ സദറുമായ ബഹുമാനമുള്ള റഹ്മത്തുള്ള മൗലവിയുടെ ഉപ്പ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതായ ഒരു വാർത്ത, ബഹുമാനമുള്ള MM മദനി, കേരള യൂത്തുൽ മുജാഹിദീനിൻ്റെ ജനറൽ സെക്രട്ടറി, കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായ ബഹുമാനമുള്ള MM മദനി കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടു പിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വൈകുന്നേരം അസ്ർ നമസ്കാര ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരമാണ്. കഴിയുന്ന ആളുകൾ ആ നമസ്കാരത്തിലേക്ക് എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ അടുക്കൽ സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത ചെറുതും വലുതും, രഹസ്യവും പരസ്യവും, അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഗുരുനാഥന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ, എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار.
اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.